സാർ, കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ ലെബനനിൽ കരയുദ്ധം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. എന്താണ് ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ? അല്ല, കരയുദ്ധം സമ്പൂർണ്ണമായ കരയുദ്ധമല്ല, ടാർഗറ്റഡ് ആൻഡ് ലോക്കലൈസ്ഡ് എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. ചില പ്രത്യേക കേന്ദ്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രാദേശികമായിട്ടാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ സൈറ്റുകളിൽ പറയുന്നത് ലെബനോൺ അതിർത്തിയിലെ കിറിയാത്ത് ഷമോണ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ വടക്കൻ ഭാഗത്തേക്ക് ഷെല്ലിങ് നടക്കുന്നു. പിന്നെയുള്ളത് അയിൻ അൽ ഹിൽവെ എന്ന് പറയുന്ന ഒരു പലസ്തീൻ അഭയാർത്ഥി സെറ്റിൽമെൻ്റ് ഉണ്ട്, അത് തങ്ങൾ കീഴടക്കി എന്ന് 2 കാര്യങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 1982 മുതൽ ഏതാണ്ട് 2006 ഹിസ്ബുള്ളയായിട്ട് ഒരു നേരിട്ടുള്ള യുദ്ധം നടന്ന് സേനയെ പിൻവലിക്കുന്നവരെ തെക്കൻ ലെബനോൺ ഏതാണ്ട് ഇസ്രായേലിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗമായിരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം. പിന്നീട് വെടിനിർത്തലൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വിട്ടുകൊടുത്തു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ അവർ കൈവശം വെക്കുന്ന ഒരു പ്രദേശം വിട്ടുകൊടുക്കുന്ന ചരിത്രമില്ല. ഇപ്പോൾ ഗോലാൻ കുന്നുകളാണേലും സിനായി ആണേലും അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരവരെ അവരുടെയാക്കും. ഇതാണ് കാരണം. അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് യുദ്ധത്തിന് പോകുന്നില്ല, ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങൾ അവരെ ചെറുക്കുന്നു, അവരെ കീഴ്പ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്, ആൾനാശം ഉണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു, അത് ഞങ്ങളെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? വെറുതെ വന്ന് നമ്മളെ ചൊറിഞ്ഞിട്ട് പോയാൽ ഞങ്ങൾ ആ കൈ വെട്ടിയെടുക്കും എന്ന ലൈനാണ് പൊതുവിൽ ഇസ്രായേലിനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത്. ഇതേസമയം ഇപ്പോൾ യുദ്ധത്തിന് ഈ ഗസ വാറിനെ കുറിച്ച് കാര്യമായൊന്നും കേൾക്കാനില്ല. ഗസയിൽ നിന്ന് ഹമാസിനോട് നേരിട്ടുകൊണ്ടിരുന്ന സൈന്യത്തിൻ്റെ ദളങ്ങളെ ഇവർ പിൻവലിച്ച് ലബനീസ് അതിർത്തിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വളരെ വ്യക്തമാകുന്ന ഹമാസിനെ ഏതാണ്ട് തീർത്തു, ഗസ ക്ലിയറായി എന്ന് പറയുന്നു. അതുകൂടാതെ 2 റിസർവ് സേനകളെ കൂടെ 2 ബറ്റാലിയനെ കൂടെ വിളിച്ചിട്ട് ലബനീസ് അതിർത്തിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് ലെബനോട് നേരെ മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്. ഹൂതികൾ ഉള്ള സിറിയയിലേക്ക്, അവിടുത്തെ ഒരു തുറമുഖ നഗരത്തിലേക്ക് ആക്രമണം നടത്തി 2 എയർ അറ്റാക്ക് ഹൂതി മേഖലയിലേക്ക് സിറിയയിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് 2 രാജ്യങ്ങൾക്കെതിരെ പുതിയ വാർഫണ്ട് തുറന്നിരിക്കുക, സിറിയക്കെതിരെയും ലെബനോണിനെതിരെയും. സിറിയയിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് അവരുടെ ഈ ഫ്യൂവൽ സംഭരണ കേന്ദ്രങ്ങളും പവർ പ്ലാന്റുകളും ആക്രമിച്ചു. സിറിയയിൽ ഇപ്പോൾ പവർ കട്ടാണ്, കറണ്ടില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോൾ സിറിയയിലെ ഹൂതികൾ പറയുന്നത് ഈ ആക്രമണം വരുമെന്നറിയായിരുന്നു, അതുകൊണ്ട് തുറമുഖത്തോട് ചേർന്ന് ശേഖരിച്ച് വെച്ചിരുന്ന ക്രൂഡും പെട്രോളിയം ഒക്കെ ഞങ്ങൾ സേഫായിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഏതായാലും 2 രാജ്യങ്ങൾക്കെതിരെ, പലസ്തീനെതിരെയുള്ള അല്ലെങ്കിൽ ഗസയ്ക്കെതിരെയുള്ള ആക്രമണം ഏതാണ്ട് സ്റ്റാൻഡ് സ്റ്റില്ലായതിനു ശേഷം ആക്രമണം തുടരുന്നുണ്ട്. എന്നാൽ പോലും ഇസ്രായേലിൻ്റെ ഫോക്കസ് സിറിയയിലേക്കും ലെബനോണിലേക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുമോ എന്നൊരു സംശയം പൊതുവിലുണ്ട്. കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു പ്രോക്സി സംഘമാണ്. അവരെ ഏതാണ്ട് ഉന്മൂലനം ചെയ്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. പിന്നെ സിറിയയിലെ ഹൂതികളും ഇറാൻ്റെ സപ്പോർട്ട് കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പരോക്ഷമായി ഇറാനെതിരെയുള്ള യുദ്ധമാണ്. ഇതാണ് ഈ മേഖലയിൽ ആശങ്ക വർദ്ധിക്കുന്നത്. കാരണം ഇറാൻ തിരിച്ചടിക്ക് മുതിരുമോ? പക്ഷേ അതിനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് വെളിവാക്കുന്ന ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പെൻറ്റഗണിൻ്റെ വക്താവ് സബ്രീന സിംഗ്. അപ്പോൾ സബ്രീന സിംഗ് എന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യൻ പേര് പോലെ തോന്നും അല്ലേ? ഇന്ത്യൻ വംശജയാണെന്ന് എനിക്ക് തോന്നുന്നത്. പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ വക്താവ് ഇപ്പോൾ ഒരു അറിയിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുറേ ഭടന്മാർ കൂടി ഈ മേഖലയിലേക്കും ഞങ്ങൾ അയച്ചിട്ടുണ്ട്, ഏതാനും 1000 ഭടന്മാരെ കൂടി അയച്ചിട്ടുണ്ടെന്ന് പറയുകയും സബ്രീനയുടെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് പറയുന്നത് ഇപ്പോൾ 43,000 അമേരിക്കൻ പട്ടാളക്കാർ ഇപ്പോൾ ആ മേഖലയിലുണ്ട്. 43,000, അതായത് 1,00,000-ത്തിനടുത്ത് പട്ടാളക്കാരെ അവിടെ അമേരിക്ക അയച്ചു കഴിഞ്ഞു. കാരണം ഇറാൻ ഇടപെട്ടാൽ ആ സെക്കൻഡിൽ അമേരിക്ക ഇടപെടും. അതുമാത്രമല്ല, അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസ് റിലീസാണ്. സാധാരണ സൈന്യത്തെ അയക്കുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ അയച്ചിരിക്കുന്നു എന്ന് ഒരു രാജ്യവും വിശദമായി പറയാറില്ല. പക്ഷേ ഇക്കുറി ഞങ്ങൾ ഏതാനും 1000 ഭടന്മാരെ കൂടി അയച്ചിരിക്കുന്നു, 43,000 ആയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ സൈന്യം. അതിൻ്റെ കൂടെ ഞങ്ങൾ അയച്ചിരിക്കുന്നത് F-15E, F-16, F-22, A-40 അറ്റാക്ക് എയർക്രാഫ്റ്റർ തുടങ്ങിയവരുടെ ഒരു വലിയ വ്യൂഹം അയച്ചിട്ടുണ്ട് എന്നു പറയുന്നത് കൂടാതെ എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് ഞങ്ങളുടെ USS അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ കൂടെ നീങ്ങിയിട്ടുണ്ട്. ഓൾറെഡി USS ട്രൂമാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ അവിടെ ഉണ്ട് എന്ന് പെൻറ്റഗൺ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതിൽ നിന്ന് യുദ്ധം എങ്ങനെ മാറും എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ സൂചനയുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ വല്ലാതെ അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ്. ആശാൻ
ക്ഷമാശീലനായ ആശാൻ വീണ്ടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്ന ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു, റൈസി വിമാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവിടുത്തെ ഒരു MP തന്നെ പാർലമെൻറ്റിൽ പറയുന്നു അത് പേജർ പൊട്ടിത്തെറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു പേജർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായിരിക്കാം ഒരു കാരണം. പിന്നീട് എന്താണ്, അവിടെ വന്നിട്ട് അവരുടെ 2 ജനറൽമാരെ സിറിയയിൽ വെച്ച് കൊല്ലുന്നു. പിന്നീട് ഇപ്പോൾ ഏറ്റവും അവസാനം ഹിസ്ബുള്ള എന്ന് പറയുന്ന അവരുടെ മാനസ പുത്രനെയും അതിൻ്റെ തലവനെയും കൊല്ലുന്നു. അങ്ങ് പിന്നെ അവരുടെ പുതിയ പ്രസിഡന്റ് പെഷസ്ക്യാൻ എത്തുന്ന ചടങ്ങിന് പങ്കെടുത്ത ഹമാസിൻ്റെ തലവനെ അവരുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവരുടെ അതിഥിയെ കൊല്ലുന്നു. ഇതൊക്കെ ഒരു സോവറിൻ റിപ്പബ്ലിക്, മതമാണ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമെങ്കിലും പ്രഖ്യാപിത സന്ദേശമെങ്കിലും ആശയമെങ്കിലും അവരും അവകാശപ്പെടുന്ന അവർ സോവറിൻ റിപ്പബ്ലിക് എന്നാണ്. കാരണം ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്നാണ് അവരുടെ സൈന്യത്തിന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്നത് ഒരു രാജ്യം റിപ്പബ്ലിക് ആവുന്ന രാജ്യത്തിൻ്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാകുമ്പോഴാണ്. ഇപ്പോൾ ഇറാനിൽ വേണ്ട പേരിന് പെഷസ്ക്യാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് ആണെങ്കിലും അവിടെ ഭരണം മുഴുവൻ ആരാണ് നടത്തുന്നത്? ഖമനേയിയാണ് നടത്തുന്നത്. ഖമനേയിയുടെ ഭരണമാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്നുള്ള പേരുള്ളൊരു രാജ്യമാണ്. അവരുടെ പരമാധികാരം, അവർക്കും പരമാധികാരമാണ്. അവരുടെ പരമാധികാരത്തെ ആകെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് നിരന്തരം ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കണം. 1948 രൂപീകരിച്ച രാജ്യമാണ് ഞങ്ങൾ. ലോകത്ത് മുഴുവൻ ഞങ്ങളുടെ ആളുകൾ അഭയാർത്ഥികളായി നടന്ന് അവസാനം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ ഈ കാനാൻ ദേശം എന്ന് പറയുന്ന പ്രദേശം ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയത് കിട്ടിയത് ഏറ്റവും മോശപ്പെട്ട ഊഷരഭൂമിയാണ്. ആ ഊഷരഭൂമി ഞങ്ങൾ അധ്വാനിച്ച് പൊന്നു വിളയിച്ച് ഞങ്ങളുടെ രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ രാജ്യം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഈ അറബ് രാജ്യങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നിരന്തരം ആക്രമണത്തിലും യുദ്ധത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി ജീവിക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ ശത്രുക്കളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. മുച്ചൂട് മുടിക്കുക എന്ന നിലയിലാണ് ഇസ്രായേൽ നീങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇറാന് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ ഈ വലിയ ഉപരോധം, അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം വലിയ തോതിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതിൻ്റെ പരിമിതികളുണ്ട്. ഇറാൻ്റെ പ്രസിഡന്റ് റൈസി കൊല്ലപ്പെടുന്ന ഹെലികോപ്റ്റർ, ബെൽ ഹെലികോപ്റ്റർ ആണത്. അത് 24 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. ഒരു രാജ്യത്തിൻ്റെ തലവൻ സഞ്ചരിക്കുന്ന വിമാനത്തിന് 1/4 നൂറ്റാണ്ട് പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ ഇറാൻ എവിടെ നിൽക്കുന്നു? ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും അവരുടെ ആർജിതമായ ശേഷി ഉപയോഗിച്ച് ആണവ ശക്തി ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അമേരിക്ക തന്നെ മുമ്പൊരിക്കൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. എനിക്കൊന്ന് ആൻ്റണി ബ്ലിങ്കനാ മറ്റാണ് പറഞ്ഞത്. കാരണം 1 മാസത്തിനുള്ളിൽ മിക്കവാറും ഇറാൻ ആണവശേഷിയാകാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള ശ്രമം നടത്തുന്നു ആൻ്റണി ബ്ലിങ്കൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അത് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഇറാഖിൻ്റെ കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞു. ഇറാഖിന് വളരെ വിനാശകരമായ ആയുധങ്ങളുണ്ട് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ എന്നാണ് അന്ന് അമേരിക്ക പറഞ്ഞത്. ആ പേരും പറഞ്ഞാണ് അവിടെ ആക്രമണം നടത്തുകയും ഇത്തരം ആയുധങ്ങളൊന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവസാനം സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നിട്ട് ഇറാഖിനെ മുച്ചൂടും മുടിപ്പിച്ച് അത് വലിയൊരു അരക്ഷിതാവസ്ഥയിലാക്കിയിട്ട് അമേരിക്ക തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഇറാൻ്റെ പക്കൽ ആണവശേഷി ആർജിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ ഇറാനെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ. ഒന്ന്, ഇറാന് സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രതിസന്ധിയുണ്ട്, വലിയൊരു യുദ്ധത്തിന് ഇറങ്ങാനുള്ള ശേഷിയില്ല. രണ്ടാമത്, ഒരു യുദ്ധം ഉണ്ടായാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ യുദ്ധത്തിൻ്റെ മറപറ്റി അമേരിക്കയോ ഇസ്രയേലോ, മിക്കവാറും അമേരിക്കൻ താല്പര്യം തന്നെ, ശ്രമിക്കുന്നത് ഇറാൻ്റെ പരിമിതമായ ആണവശേഷി കൂടെ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ഉറപ്പായും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ്റെ ആണവ നിലയങ്ങളും ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുമായിരിക്കും ആക്രമിക്കപ്പെടുക. അതോടെ ഇറാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ളതിനേക്കാളും പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ഇറാനെ സംബന്ധിച്ച് തൊണ്ടയിൽ പടുത്താൽ തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിലേക്കാണ്. കാരണം വന്നൊരു യുദ്ധത്തിൽ പെട്ടുപോയി. യുദ്ധത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ പാടില്ല. ഈ ഗസ യുദ്ധത്തിൽ ഈ പറഞ്ഞതുപോലെ ഹമാസിന് അത്ഭുതങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വല്ലാതെ വന്നിട്ട് ഇതിനകത്തൊരു മതപരമായൊരു പ്രശ്നം കൂടിയുണ്ട്. നോക്കൂ, ഈ പലസ്തീനികൾ സുന്നികളാണ് ലോകത്ത് കൂടുതലുള്ള മുസ്ലിം സമുദായത്തിൽ സുന്നി വിഭാഗങ്ങളാണ് കൂടുതലുള്ളത്. സംബന്ധിച്ച് ഇറാൻ ഷിയയാണ്, ഹിസ്ബുള്ള ഷിയയാണ്, ഹൂത്തി ഷിയയാണ്. അപ്പം സിറിയയുടെയും ലെബനൻ്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇറാഖിൻ്റെ ചില ഭാഗങ്ങളും ഷിയകൾ ഇപ്പോൾ കൈവശം വെക്കുന്നുണ്ട്. കാരണം അതൊക്കെ ഇറാൻ്റെ സപ്പോർട്ട് കൂടി. ഇറാഖ് സുന്നി രാജ്യമാണ്. ഇറാഖും തമ്മിലുള്ള യുദ്ധം സുന്നി ഷിയ യുദ്ധമായിരുന്നു. എന്നാൽ പോലും ഇറാഖിൻ്റെ തകർച്ചയ്ക്ക് ശേഷം കുറേ ഭാഗങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട്. ഇറാൻ്റെ പ്രോക്സികളുടെ കയ്യിലാണ്. സിറിയ അങ്ങനെയാണ്, ലെബനോനാണ്. അപ്പം ഈ പറഞ്ഞ പോലെ സിറിയയും ലെബനോണും പണ്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. പക്ഷേ ഷിയ മിലിഷ്യയുടെ പക്കൽ നിൽക്കുക. അപ്പം റിമോട്ട് വഴി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനാണ്. ഇപ്പം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഗസയും തമ്മിലുള്ള വാർ എന്ന് പറഞ്ഞാൽ, പലസ്തീൻ എന്ന് പറയുന്നില്ല, പലസ്തീൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ
പലസ്തീൻ പ്രസിഡന്റാണ്. അദ്ദേഹം ഈ യുദ്ധത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞതായി ഇക്കാലം നമ്മൾ കേട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം ഇസ്രായേൽ പലസ്തീനെ ആക്രമിക്കുന്നു എന്ന് ആരും പറയുന്നില്ല. ഗസയെ ആക്രമിക്കുന്നു, വെസ്റ്റ് ബാങ്കിനെ ആക്രമിക്കുന്നു. പലസ്തീൻ എന്നുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു, ആ രാജ്യം അംഗീകരിച്ച് കിട്ടിയതാണ്. പക്ഷേ ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ഇപ്പോഴും ഗസയും വെസ്റ്റ് ബാങ്കും ഞങ്ങളുടെ ഭാഗം തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളെ അംഗീകരിക്കണമെന്നുള്ളതാണ് പലസ്തീൻ്റെ ഒരു ആവശ്യവും കൂടി. എന്നിരുന്നാൽ പോലും ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഇവിടെ പോലെ പലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം, അംഗീകാരം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്നൊക്കെ പറയുന്നത് ഗസ വാർന്ന് തന്നെയാണ് പറയുന്നത്. കാരണം പലസ്തീൻ പ്രസിഡൻ്റായിട്ട് പ്രധാനമന്ത്രിയായ മുഹമ്മദ് മുസ്തഫ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് വെസ്റ്റ് ബാങ്കിൽ മാത്രമേ പരിമിതമായ സ്വാധീനം. കാരണം ഗസ പൂർണ്ണമായും ഹമാസിൻ്റെ കീഴിലാണ്. ഫത്വ പാർട്ടി അവിടെ ഉണ്ടെങ്കിലും ഫത്വ പാർട്ടിക്കാരെ ഈ ഹമാസ് തന്നെ കൊന്നു. വെസ്റ്റ് ബാങ്ക് മാത്രം അവിടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ആളും ഗസയിലുള്ള ആളുകളൊക്കെ സുന്നികളാണെങ്കിലും ലോകത്തെമ്പാടുമുള്ള ഭൂരിപക്ഷം സുന്നി രാജ്യങ്ങളും ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സൗദി അറേബ്യ പറഞ്ഞിട്ടില്ല, ഗൾഫ് രാജ്യങ്ങൾ UAE ഒന്നും പറയുന്നില്ല. ഒരാവശ്യവുമില്ലാതെ സുന്നികളുടെ ഒരു യുദ്ധത്തിലേക്ക് ചാടിക്കയറി വന്ന് വീണതാരാണ്? ഷിയയാണ്. ഷിയയ്ക്ക് എന്താണ് കാര്യം? കാരണം ലോകത്തെമ്പാടും സുന്നികളും ഷിയകളും തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാതെ പോയി ഒരു ഷിയ രാജ്യമായ ഇറാൻ തലവെച്ച് അടി വാങ്ങിക്കൊണ്ടിരിക്കുക. നോക്കൂ, നമ്മൾ ഈ ഗസയിൽ വലിയ യുദ്ധം നടന്നപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടന്നല്ലോ. എന്നാൽ ഹിസ്ബുള്ള തലവൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിൽ എത്ര പേര് നിലവിളിച്ചു? മീഡിയ വണ്ണിലല്ലാതെ. പക്ഷേ ചില ആളുകൾക്ക് പ്രസ്താവന ഇറക്കി. ഇന്ത്യയിലാകെ മെഹബൂബ മുഫ്തി കാശ്മീരിൽ ഇലക്ഷൻ ഇടയ്ക്ക് അവരുടെ ക്യാമ്പയിൻ ഒരു ദിവസം നിർത്തിവെക്കാന്ന് പറഞ്ഞു. നസറുള്ളയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രചാരണം നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ അവർ ഇലക്ഷന് മുമ്പ് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് പോലെ നടത്തിയെന്നല്ലാണ്ട് ഈ ഹമാസിനെതിരെ ഗസയിൽ നടന്ന യുദ്ധത്തിൻ്റെ സമയത്തുണ്ടായ പോലെ ഒരു പ്രതിഷേധമൊന്നും നടക്കുന്നില്ല. കാരണം എന്താ? കേരളത്തിലെ ഭൂരിപക്ഷവും സുന്നികളാണ്. അവർക്ക് ഷിയ ചത്തൊടുങ്ങിയാൽ അത്രയും നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏതായാലും യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരേ സമയം ഗസ നോക്കണം, ലെബനോൺ നോക്കണം, സിറിയ നോക്കണം, ഇറാൻ വരുന്നുണ്ടോ നോക്കണം. ഇറാൻ്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് ഭയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാൻ വരത്തില്ല, വന്നാൽ തന്നെ നോക്കാൻ അപ്പുറത്ത് വലിയേറ്റം വന്നു. ഇതിപ്പം പരോക്ഷമായിട്ട് ഇറാനെതിരെയുള്ള യുദ്ധമാണ് ആണല്ലോ. കാരണം ഇറാൻ പിന്നിൽ നിന്നായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന അടിയെല്ലാം ഇറാനെതിരെയാണ്. അപ്പോൾ യുദ്ധം അനിവാര്യമായ യുദ്ധമാണ്. ആ യുദ്ധം അതിൻ്റെ വഴിക്ക് പോവുകയാണ്. ഇതൊരു പക്ഷേ ഒരു ലോകയുദ്ധമായി മാറുമോ എന്നുള്ള ആശങ്കയൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതയില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധത്തിന് പോവില്ല. മറ്റേ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. 2 ലോകരാജ്യങ്ങൾ ഹിസ്ബുള്ളയുടെ തലവൻ നസറുള്ള കൊല്ലപ്പെട്ടപ്പോൾ അപലപിച്ചു. ഒന്ന് റഷ്യയും ഒന്ന് ചൈനയുമായിരുന്നു. റഷ്യ, ചൈന, ഇറാൻ അച്ചുതണ്ട്. ഇപ്പോൾ ഉണ്ടായി വരുന്നൊരു അച്ചുതണ്ടാണ്. ആ അച്ചുതണ്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. ഇന്ത്യക്ക് അത്യാവശ്യം ഒരു സോഫ്റ്റ് കോർണറും ഉണ്ട്. പക്ഷേ ഇറാൻ, റഷ്യ, ചൈന അച്ചുതണ്ടിനെ വല്ലാതെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇറാനെ സഹായിക്കാൻ റഷ്യയോ ചൈനയോ വന്നാൽ അപ്പോൾ മാത്രമാണ് അതൊരു വലിയ ലോകത്തെ ആകെ ബാധിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിലേക്ക് മാറുള്ളൂ. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് റഷ്യ വല്ലാതെ ഉക്രൈനിൽ എൻഗേജഡാണ്. അവിടെ നിന്ന് റഷ്യക്ക് ഇപ്പം ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റില്ല. ചൈനയാവട്ടെ അങ്ങനെ ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു നിലപാടെടുക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് ഒരു 3-ാം ലോക യുദ്ധത്തിലേക്കൊക്കെ ഇത് മാറുമോ എന്നുള്ള സംശയങ്ങളൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് ഇസ്രായേൽ കരയുദ്ധം നടത്തുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഞങ്ങൾ സജ്ജരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടരെ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടാണ് ഗൗതമേ, ഇതെന്താ പറഞ്ഞത്? നമ്മുടെ മീഡിയ വൺ ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങളും ഹമാസും പറഞ്ഞുകൊണ്ടാ നിങ്ങൾ വാ ഒന്ന് ഗസയിലേക്കൊന്ന് കയറ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായി? ഗസയില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കല്ലിന്മേൽ കല്ലില്ലാതെ ഗസയെ ഇപ്പം മാറ്റിയിട്ട് ഉഴുതു മറിച്ച് കളച്ചിട്ടിരിക്കുക. ഒറ്റ ഹമാസ് ഇല്ല എന്ന് പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെന്താ? ഒരു തീവ്രവാദി സംഘടനയുടെ ആളുകൾ പല വേഷത്തിൽ പലയിടത്ത് ആൾക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കാം. അവസാനത്തെ ആളെ വരെ പിടിച്ചു കൊല്ലുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ ആളെയും കൊന്നില്ലല്ലോ എന്നാണ് തിരിച്ചു ചോദ്യം. എന്നിട്ട് നിങ്ങൾ പിടിച്ചോ, ബന്ദികളെ വിട്ടോ, ബന്ദികളെ രക്ഷിക്കാൻ പറ്റുമോ? ഒരാൾ ഒളിപ്പിച്ച് വെച്ചാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. കുറേ പേരെ കിട്ടി, കുറേ പേര് മരിച്ചു. ബാക്കിയുള്ളവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരുപക്ഷെ ഈ ബന്ദികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയാലും ഇസ്രായേൽ അത് പറയുമോ? പറയില്ല. കാരണം ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഞങ്ങളുടെ ബന്ദികൾ അവരുടെ കയ്യിലാണ്. ബന്ദികളെ കിട്ടിയാൽ യുദ്ധം നിർത്താമെന്നാണ്. ബന്ദികളെ രക്ഷപ്പെടുത്തി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് സ്കോപ്പില്ല. ഒരുപക്ഷെ ഇസ്രായേലിന് ഈ ബന്ദികളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരത് പറയില്ല. കാരണം യുദ്ധം തുടരാൻ അവർക്കൊരു ആവശ്യമുണ്ട്, ഒരു കാരണം ആവശ്യമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും നമ്മൾ ഇതേ വിഷയം തന്നെയായിരിക്കും ചർച്ച ചെയ്യുക. കാരണം കരയുദ്ധം ആരംഭിച്ചു. നമുക്ക് കാത്തിരിക്കാം ബാക്കി വിവരങ്ങൾക്കായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.